ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോപി മഞ്ചൂരിയൻ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോളിഫ്ലവർ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞളും ഇട്ട ആ ഒരു വെള്ളത്തിൽ കുറേ നേരം ഒന്ന് മുക്കി വെക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ ഞാനിപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ, നമ്മളിപ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു കോളിഫ്ലവറുകൾ മാത്രം ഇതിൽ നിന്ന് അരിച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവറിനെ ഫ്രൈ ചെയ്യാനുള്ള ഒരു ബാറ്റർ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ മാവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അത്രയും തന്നെ 4 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാണ്. കാശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചില്ലി പൗഡർ ആഡ് ചെയ്തത് കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ബ്രൗൺ കളറിലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒരു യെല്ലോ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. അതിനുശേഷം പിന്നെയും നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്യാം. രണ്ട് തവണയായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടതാണ്. അല്ല ഒറ്റ തവണ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേണ്ട ഒരു ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാം. നമുക്ക് തീരെ ലൂസായിട്ടുള്ള ഒരു ബാറ്റർ അല്ല വേണ്ടത്, കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രമാണ് ഞാൻ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാടങ്ങ് കരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് ഒരു സൈഡ് നല്ല ക്രിസ്പി ആവുന്ന സമയത്ത് ഇതുപോലെ ഒറ്റ സെറ്റായിട്ട് തന്നെ ഇതിങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് മറിച്ചിടാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റാം. അപ്പോൾ ഇത് ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് ഓരോ അല്ലിയായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കടായിലാണ് നമ്മുടെ ഗോപി മഞ്ചൂരിയൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ പാത്രം. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ടിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ അതേ സമയത്ത് തന്നെ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് സവാള കൂടി ഇട്ട് കൊടുക്കാം. സവാളയും തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ്. അത്യാവശ്യം ചെറിയ ഒരു സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ബൗളിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ നല്ല ലൂസായിട്ടാണ് മിക്സ് ചെയ്തത്. നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. വളരെ ക്രിസ്പിയാണ് നമ്മുടെ ആ ഒരു കോളിഫ്ലവർ ഫ്രൈസ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കെച്ചപ്പ് ആഡ് ചെയ്തത്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്യാം, റെഡ് കളർ ആഡ് ചെയ്യാം. സാധാരണ റെസ്റ്റോറൻറ്റിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കളർ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാണാനൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ പച്ചമുളകാണ് കട്ട് ചെയ്ത് ഇടുന്നത്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇത്. മാത്രമല്ല വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ദിസ് ഇസ് രമ്യ സൈനിങ് ഓഫ്.